എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇത് പുറകിൽ ഏത് നമ്മളിവിടെ നിൽക്കണമെന്ന് നിങ്ങൾക്ക് ഡൗട്ട് തോന്നും. അതൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇന്ന് മൾട്ടിപ്ലെയർ അല്ലെങ്കിൽ സിംഗിൾ പ്ലെയർ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം എൻജോയ് ചെയ്ത് കാണാൻ നോക്കുക. ഇത് അധികം ലോങ്ങൊന്നും വലിക്കില്ല, 10 മിനിറ്റൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഞാൻ ഇപ്പോൾ പറയുന്നത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ നമ്മളെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേൾക്കേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ ഇൻട്രോയിൽ നമ്മുടെ മാഫിയ ഗെയിമിംഗ് എന്ന് പറഞ്ഞ ഈ ചാനലാണ് കേട്ടോ വീഡിയോ വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം മോഡ് വീഡിയോ ഒക്കെ ചീറ്റിയായിരുന്നു. അപ്പോൾ കൂടുതൽ പറഞ്ഞ സമയം കളയാണ്ട് നേരെ വീട്ടിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ എവിടെ നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞു തരുന്നില്ല. ഇതെന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലെയർ ഒരു ഗെയിമായിരുന്നു. മൈൻക്രാഫ്റ്റ് മൾട്ടിപ്ലെയർ ഒരു ഗെയിമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇത് നമ്മളെ മൾട്ടിപ്ലെയർ വേൾഡാണ്. അപ്പോൾ ഈ മൾട്ടിപ്ലെയർ വേൾഡ് എന്ന് പറഞ്ഞാൽ മറ്റേ മൾട്ടിപ്ലെയർ നിങ്ങളും ചോദിച്ചുകൊണ്ടായിരിക്കും മറ്റേ ഹൗസ് മറ്റേ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. അത് നമ്മുടെ കയ്യിൽ നിന്ന് ലോസ്റ്റ് ആയിപ്പോയി, വേൾഡ് കളഞ്ഞു പോയി. എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കി ഇവിടെ ഒരുപാട് സങ്കടം തോന്നി ആ നേരത്ത്. പിന്നെ നമ്മൾ പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത്, അതാണ് ഈ സീ വേൾഡ്. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വില്ലേജിലാണല്ലോ വീട് വെച്ചാൽ, അപ്പോൾ വില്ലേജിൽ തന്നെ വീട് വെക്കണമെന്ന് ജോയിലിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. നമ്മൾ വില്ലേജിലൊരു വീട് വെച്ചിട്ടുണ്ട്. ഈ വീടെന്ന് പറഞ്ഞാൽ 5 നിലയുള്ളൊരു വീടാണ്. കഴിഞ്ഞ പ്രാവശ്യം 2 നിലയുള്ളതുകൊണ്ട് നമ്മൾ ജോയിൽ പറഞ്ഞ് എന്തായാലും 2 നിലയൊന്നും പോലെ നമുക്ക് എന്തായാലും ഒരു 5 നില വെക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ 5 നില തന്നെ അവനും കൂടി ഇരുന്നാണ് ഗ്രൈൻഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ കൺട്രോളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടൊക്കെ കേൾക്കും കേസ്, അതൊന്നും നിങ്ങൾ കാര്യമാക്കുന്ന കൊണ്ടാവും കേസ് സ്വാഭാവികം. പിന്നെ ഇച്ചിരി മുമ്പ് നമ്മുടെ വേറൊരു ഫ്രണ്ട് വന്ന് പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഇച്ചിരി കൂടി നേരത്തെ വീഡിയോ തന്നെ. പക്ഷേ ഇത് ഇച്ചിരി ലോങ്ങൊന്നും ആയിരിക്കുമല്ല, ഇത് ലോങ് ആയിരിക്കുകയില്ല കേസ്. ഇപ്പം പറയും ലോങ് ആകാൻ ചാൻസ് ഇല്ല ഈ വീഡിയോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്നാമത് സിംഗിൾ പ്ലെയർ കളിച്ച് അത്ര പ്രാക്ടീസ് ഇല്ല. അപ്പോൾ ലോങ് ആക്കണമെന്നൊന്നും ഇല്ല. ചിലപ്പോൾ ഞാൻ ഷോർട്സ് ആയിരിക്കും എന്നാൽ പറയാൻ പറ്റിയില്ല. പിന്നെ ഒന്നും പറയാനില്ല ഗൈസ്. എനിക്ക് നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്ത് കാണാൻ നോക്കുമല്ലേ. ജോലിയില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ എൻജോയ് ചെയ്ത് കാണാതിരിക്കരുത് ഗൈസ്. എന്തോ മെസ്സേജൊക്കെ വരും ഗൈസ്. നോ പ്രശ്നം ഗൈസ്. മെസ്സേജൊക്കെ വരുമല്ലോ. ഇതിപ്പോൾ നിങ്ങൾ പ്രശ്നമാക്കണ്ട. നമ്മുടെ വീഡിയോ നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞല്ലോ. ഇതിന് എത്ര ഫ്ലോർ ഉണ്ടെന്ന് പറഞ്ഞാൽ 5 ഫ്ലോർ ഞാൻ പറഞ്ഞിരുന്നെങ്കിലും ഞാൻ ഒന്നുകൂടി പറയണം. 5 ഫ്ലോർ ഉണ്ട്. നമ്മളിവിടെ ലാൻഡേണൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം ഇച്ചിരി ഫ്ലാറ്റ് പോലെ ഇച്ചിരി മോഡേൺ സെറ്റപ്പ് ആക്കണമെന്ന് എനിക്ക് ഫ്ലാറ്റ് പോലെയാണ് തോന്നണം. പക്ഷേ ഇച്ചിരി മോഡേൺ സെറ്റപ്പ് ആക്കി ഇവിടെ ഒന്നും ലൈറ്റ് വെച്ചിട്ടില്ല. പക്ഷേ ഇച്ചിരി മോഡേൺ സെറ്റപ്പ് ആക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചത്. പിന്നെ ഇവിടെ ഒരു ടെറസ് 5ാമത്തെ നിലയുടെ മുകളിലാണ് ഈ ടെറസ്. ഓക്കെ, ഇവിടെ നിന്ന് അവിടെയൊക്കെ ഒരു കാണുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്പോണെന്ന് പറഞ്ഞാൽ കാടിൻ്റെ ഇച്ചിരി അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഒരു മലയുണ്ട്. ആ മലയുടെ അപ്പുറത്താണ് നമ്മുടെ സ്പോണ്. അവിടെ നിന്ന് ഇച്ചിരി വരാൻ ഇച്ചിരി കഷ്ടപ്പെട്ട് നമ്മൾ വില്ലേജ് കണ്ടുപിടിക്കാമെന്ന് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 1.5 മണിക്കൂറൊക്കെ എടുത്താണ് ഈ വില്ലേജ് കണ്ടുപിടിച്ചത്. വില്ലേജ് കണ്ടുപിടിച്ച് കഴിഞ്ഞ് പിന്നെ പറയണ്ടല്ലോ. നമ്മളിവിടെ ഒരു വീട് അപ്പം തന്നെ കിട്ടിയില്ല. അപ്പം തന്നെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഒരു കാര്യം റെഡിയാക്കി. കാരണം അവിടെ നിന്നൊക്കെ നിറച്ച് മരം ഉണ്ടായിരുന്നു, അത് മൊത്തം വെട്ടി അങ്ങനെ ഫസ്റ്റ് ഫ്ലോർ റെഡിയാക്കി ഗൈസ്. ഇവിടുന്ന് അങ്ങനെ താഴെ പിന്നെ അറിയില്ല. ഇവിടെ നിന്നാണെങ്കിൽ നമ്മൾ താഴത്തേക്ക് ഇങ്ങനെ കാരണം ഹെൽത്ത് അധികം പോകുമെന്ന് വെച്ചാൽ പോകും ഗൈസ്. പിന്നെ നമുക്ക് ഒരു ഇച്ചിരി അങ്ങനെ കാണുള്ളൂ. എനിക്ക് കഴിയില്ല സത്യമായിട്ടും. കാരണം ഒറ്റക്കെടുത്ത് എനിക്ക് പരിചയമൊന്നും ഇല്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ഇതുവരെ ഒറ്റക്കൊരു വീഡിയോ പോലും ഇട്ടിട്ടില്ല. ആകെ 1 പ്രാവശ്യം ഇട്ടിട്ടുണ്ട്, അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇന്നലെ വീഡിയോ എടുക്കാൻ നോക്കിയത് പിന്നെ ലാഗ് ഉണ്ടാവും കേട്ടോ. ഇന്നലെ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ ഒരു ക്രീപ്പർ വന്ന്
ഇന്നലെ വീഡിയോ എടുത്ത് അപ്പോൾ ഒരു ക്രീപ്പർ വന്ന് എവിടെയൊന്ന് പൊട്ടിയാന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇവിടെ ഇങ്ങനെ നിന്ന് ഈ സാധനം അടക്കാൻ നോക്കിയാണ്, അപ്പോഴുണ്ടല്ലോ അവിടെ വന്നൊരു ക്രീപ്പർ പൊട്ടി. അതാണ് ആ കാർപ്പറ്റൊക്കെ പോയി കിടക്കണം. അവിടെ വന്ന് ഒരു ക്രീപ്പർ പൊട്ടി, അത് വല്ലാത്തൊരു ഇതായി പോയി. എനിക്ക് നല്ലോണം സങ്കടം വന്നു, കാരണം അവിടെ പൊട്ടി. കാരണം നമ്മളിത് പാടുന്നിരുന്ന സമയത്ത് കുറേ ക്രീപ്പർ വന്ന് ഇതിൻ്റെ അകത്ത് പൊട്ടിയതാണ്. അതിന് എനിക്ക് വിഷമായി, നല്ലോണം വിഷമായി. കാരണം അത്രയും കഷ്ടപ്പെട്ട് പോകുന്ന വീട് ഒരു നിമിഷം പൊട്ടിപ്പോയാണെങ്കിൽ ആർക്കായാലും വിഷമാവും കേസ്. അത് നിങ്ങൾക്കായാലും വിഷമാവും. രാവിലെ കേട്ടോ, രാത്രിയൊന്നും ഞാൻ ഇപ്പോൾ നിൽക്കാറില്ല കേസ്. ഒന്നെങ്കിൽ രാവിലേക്കോ അല്ലെങ്കിൽ ബെഡേ പോയി കിടക്കും. കാരണം രാത്രി എന്ന് പറയുന്നത് നല്ല സീനാണ്. എനിക്ക് കഴിയില്ല രാത്രി. ക്രീപ്പറൊക്കെ ഉണ്ടാകും. ക്രീപ്പറാണ് കേസ് എനിക്ക് ഇഷ്ടമല്ലാത്ത. പിന്നെ പേടി എന്താണെന്ന് ചോദിച്ചാൽ പേടിയൊന്നും ഇല്ല, കാരണം ഞാൻ ഇതിൻ്റെ അകത്ത് കീപ്പ് ഇൻവെൻറ്ററി ഇട്ടിട്ടുണ്ട് കേസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ക്രീപ്പറി വന്ന് പൊട്ടുമ്പോഴേ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ പോകും. പിന്നെ നമ്മൾ സ്പോണിലാണ് വരണമെങ്കിൽ അവിടുന്ന് ഇതുവരെ വന്നിട്ട് ലൂട്ടൊക്കെ എടുക്കണം. അത് കഴിയലാത്തതുകൊണ്ടാണ് ഇട്ടേക്കണം. സ്പോണിൻ്റെ ഒരുപാട് നൂലായതുകൊണ്ട് മാത്രമാണ് കേസ് ഇട്ടേക്കണം. വേണമെങ്കിൽ നമുക്കിതില്ലാതെ ഈ സർവൈവൽ സീരീസ് നമ്മൾ ഇതിട്ട് കളിക്കുകയുള്ളൂ കേസ്. നമുക്ക് വേണമെങ്കിൽ വേറെ സർവൈവൽ സീരീസൊക്കെ കീപ്പ് ഇൻവെൻറ്ററി ഇല്ലാതെ കളിക്കാം. നമ്മൾ മറ്റേ ബേസ് അണ്ടർഗ്രൗണ്ട് ബേസ് മറ്റൊരു സ്പോണർ എക്സൊക്കെ വെച്ചൊരു സൂവൊക്കെ സെറ്റാക്കിയില്ലേ കേസ്. ആ അണ്ടർഗ്രൗണ്ട് ബേസിലെന്ന് പറഞ്ഞാൽ നമ്മൾ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് പറഞ്ഞു, സ്പോണർ എക്സ് ഒരു ചീറ്റാണ് കേസ്. അത് മൈൻക്രാഫ്റ്റ് കളിക്കണ പ്ലേയേഴ്സിനൊക്കെ അറിയായിരിക്കും. ഞാൻ പൊതുവെയുള്ള പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വേൾഡിലെന്ന് പറഞ്ഞാൽ നമ്മൾ കീപ്പ് ഇൻവെൻറ്ററി ഇട്ടിട്ടേ ഇല്ല, കാരണം അതൊരു ക്രിയേറ്റീവ് സർവൈവൽ വേൾഡായിരുന്നു. നമുക്ക് അത് പറയാൻ ആ നിമിഷത്തിൽ നിങ്ങളോട് പറയാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ബോറടിക്കണം. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കണ്ടന്റ് ഇല്ല ഈ സംഭവം. കൊണ്ടാണ് സിംഗിൾ പ്ലെയർ ആണ്. ഈ വീടിൻ്റെ വേണമെങ്കിൽ ഒരു കണ്ടന്റ് ഇടാം, ഹോം ടൂർ എന്ന് പറഞ്ഞിടാം. ഞാൻ ഹോം ടൂർ മൊത്തം കാണിച്ചു തന്നുകൊണ്ടാണ് ഞാനിത് പറയണം. വേൾഡ് നഷ്ടപ്പെട്ട കാര്യം അതുപോലെ സംഭവങ്ങളൊക്കെയാണ് കേസ്. പിന്നെ നിങ്ങൾക്ക് സങ്കടമായെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മൾ മറ്റേ വേൾഡാണോ ഈ വേൾഡാണോ നിങ്ങൾക്ക് ഇഷ്ടമായതെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വില്ലേജ് അത്യാവശ്യം കൊള്ളാം കേസ്. മറ്റേ വില്ലേജിനേക്കാളും നന്നായിട്ട് എനിക്ക് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി ലോങ് ആണ് ഈ വില്ലേജ്. കുറേ വില്ലേജ് ഹൗസ് ഉണ്ട് കേസ്. അപ്പം അതുകൊണ്ട് ഇത്തിരി ഇഷ്ടമായി. പിന്നെ ഇവിടെ അടുത്തായിട്ടൊരു ലാവയുണ്ട്, ഈ ലാവയൊക്കെ ഉണ്ട്. പിന്നെ കഴിഞ്ഞ ഇതിലെ പോലെ മറ്റേ ഒബ്സീഡിയനൊക്കെ വെച്ച് മറ്റേ നെതർ പോർട്ടലില്ലേ, പൊട്ടിക്കണ നെതർ പോർട്ടൽ, അതൊന്നും ഇതിൻ്റെ അകത്തില്ല. പിന്നെ ഇപ്പുറത്തായിട്ട് പോകുമ്പോൾ ഇവിടെ ഒരു വലിയ സീ ആണ്, ഈ ഓഷൻ എന്നൊക്കെ പറയാം, അതാണ്. പിന്നെ ഇപ്പം എന്നൊക്കെ ജോയിനായ ഒരാൾ ഈ സമയം ജോയിൻ ആകട്ടെ. ആരാണ്ട് നമ്മളെ കൂട്ടുകാരും ജോയിൻ ആയിട്ടുണ്ട്, പക്ഷെ അവൻ വിളിച്ചില്ല. എന്തോ ഒരു കാര്യത്തിനായിരിക്കും, ചിലപ്പോൾ അറിയാതെ ജോയിനായി പോയതായിരിക്കും. അപ്പോൾ ജോയിൻ ആയിട്ടുണ്ടെങ്കിൽ അവൻ വിളിക്കും കേസ്. ഞാൻ ഇച്ചിരി മാറിയിരിക്കട്ടെ, അല്ലെങ്കിൽ റിംഗ് ടോൺ കേൾക്കേണ്ടി വരും നിങ്ങൾ. നമ്മൾ മാറി. ഇതാണ് ഈ നമ്മുടെ ലാവാപ്പോള്. എന്തായാലും കണ്ടിട്ടുണ്ടെന്ന് കണ്ടിട്ടൊന്നും റോഡാണ്. ഇവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണെന്ന് അവന് പോലും അറിഞ്ഞൂടെ. നമ്മൾ ഇത്രയും ഉണ്ടാവുള്ളൂ, 10 മിനിറ്റ് 2-3 മിനിറ്റും കൂടിയൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം ലോങ്ങല്ലേ. വെയിറ്റ് ചെയ്യേ, നമ്മളെ വീട്ടിലൊന്ന് പോയി നോക്കാം കേസ്. അയ്യോ സോറി അതെന്നെ ബാക്കായങ്ങാണ്ട് പോയി കേസ്. അത് നിങ്ങൾ നോക്കണ്ട, ബാക്കായി പോയി കേസ്. ഭയങ്കര പറ്റിന്ന് കുറേ നേരം എടുത്തുകൊണ്ടാണ് തോന്നുന്നത് കേസ്. ഓക്കെ, നമ്മുടെ കൂട്ടുകാരെന്തേ അകത്ത് നടക്കണ കേസ്. ഇനി എൻ്റെ അമ്മ എല്ലാം കളിച്ച പോയി. അയ്യോ ഓടിക്കോ, എൻ്റെ ഫോണിൽ പ്രേതം കയറി ഓടിക്കോ, അല്ലെങ്കിൽ അവനിപ്പോൾ എന്നെ വിളിച്ചേനെ. ഞാൻ ഓടട്ടെ കേസ്, ഞാൻ ഓടട്ടെ, എനിക്ക് കഴിയല. അയ്യോ ഓടിക്കോ കേസ്,
ഇവിടെ നിൽക്കണ്ട, എന്തോ പ്രശ്നമുണ്ട് ഗൈസ്. പട്ടി ഒന്നാമത് നമ്മളെ കാര്യം പറഞ്ഞോണ്ടിരിക്കും ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് പ്രേതമൊക്കെ ഇവിടുന്ന് വന്നു. ഓടാപ്പാ, നിന്നെ ഓടിക്കണ്ടേതായിട്ട്. എനിക്ക് വിയർപ്പിൻ്റെ അസുഖമുള്ള, അയ്യോ വിയർപ്പിൻ്റെ അസുഖമുള്ളതാണ് എനിക്ക്. ശരിയായത് സമാധാനം. അയ്യോ അയ്യോ, ഓടിക്കോ ഓടിക്കോ ഗൈസ്, ഓടിക്കോ. ഞാൻ വീഡിയോ എടുത്തിട്ടിരിക്കുകയാണെന്ന് അവനെങ്ങനെ അറിയാം? ഞാൻ അവനൊന്ന് വിളിച്ചു നോക്കാം ഗൈസ്. ആണെങ്കിൽ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അവന് അഥവാ ഇനി ഞാൻ വീഡിയോ എടുക്കണോണ്ട് പ്രശ്നമുണ്ടോന്ന് ചോദിക്കട്ടെ. പിന്നെ ഇവന്റെ ചാനലെല്ലാവരും നമ്മുടെ ഇവന്റെ ചാനലെല്ലാവരും നിങ്ങൾ ഫോളോ ചെയ്യും, ഇവന്റെ സബ്സ്ക്രൈബ്. ഹലോ, വീഡിയോ എടുക്കുകയാണേ പ്രശ്നമുണ്ടോ? വീഡിയോ എടുക്കുകയാണേ പ്രശ്നമുണ്ടോ? എന്താണ് കഴിയല്ല പോ, ലിഫ്റ്റായി പോയാൽ കഴിയല്ല വെറുതെ എന്തിനാ, ഒന്നും വേണ്ട. അപ്പോൾ നമ്മൾ മാറ്ററിലാക്കി കിടക്കുക. എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ വീട് പണിയാനൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മറ്റേ വീട് പൊട്ടിപ്പോയി, പറഞ്ഞല്ലോ. പൊട്ടിപ്പോയതല്ല, വേണ്ട നഷ്ടപ്പെട്ടു പോയി. ക്രീപ്പറാണ് കേസിൻ്റെ അത് മെയിൻ പ്രശ്നം. മറ്റേ വെള്ളമെന്ന് പറഞ്ഞാൽ കാടില്ലായിരുന്നു, അവിടെ കാടൊന്നും ഇല്ലായിരുന്നു. ബട്ട് ഈ വെള്ളിൽ കാടുണ്ട്, അതാണ് മെയിൻ പ്രശ്നം, വേറെ ഒന്നുമില്ല. കാടുള്ളതുകൊണ്ട് അവിടെ നിന്ന് സ്പോണാകും കേസ്. അവിടെ ഇച്ചിരി ഇരുട്ടൊക്കെയുള്ള കാടാണ്. പിന്നെ ഞാനിപ്പം തന്നെ വീഡിയോ അവസാനിപ്പിക്കും കേസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ലോങ്ങായി പോലും എനിക്ക് ഇടാൻ പറ്റിയതില്ല. അവനെ നിങ്ങളെന്താ എല്ലാവരും കണ്ടല്ലോ. അവൻ്റെ ചാനലിൻ്റെ പേരെന്തുവന്ന്, സിട്രെക്സ് വര W1 വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആ ചാനലെല്ലാവരും ഒന്ന് ഫോളോ അല്ല സബ്സ്ക്രൈബ് ചെയ്യാം. അവൻ വന്നിട്ടുണ്ട്, നിൽക്കുന്നു. ഇവിടുന്ന് ഓടാൻ കേട്ടാ. വിളിക്കാതെ കളിക്കാമെന്ന് എന്താണെന്ന് പറഞ്ഞു. എനിക്ക് വിളിക്കാതെ കളിക്കണ ഇഷ്ടമല്ലേ. നമുക്ക് ഇവിടുന്ന് ഓടിത്തള്ളട്ടെ. പെട്ടെന്ന് ഓടട്ടെ. ഞാൻ ചിലപ്പോൾ ഇച്ചിരി നേരം ഉണ്ടാവുള്ളൂ. 2-3 മിനിറ്റ് കൂടി ഞാൻ ഉണ്ടാവുള്ളൂ. ഞാൻ പോകുന്നത് കഴിഞ്ഞ് അവന് വന്നില്ല. പുറകെ ഇതുവരെ വന്നിട്ടില്ല. ആശ്വാസമുണ്ട്. വെയിറ്റ് ഇവിടെ ഇച്ചിരി നേരെ ഇരിക്കാം. വെയിറ്റ് വരുവാന്ന് നോക്കാം. വന്നാൽ പെട്ടു. വന്നാൽ പെട്ടു. അവിടെ ജോലി നിൽക്കുന്നു. കണ്ടത് വീടിൻ്റെ അകത്തല്ലേ? വീടിൻ്റെ അകത്തോണ്ട് പയ്യ പോവാം. അവനെന്നെ അവിടെ ഒന്നും അറിയില്ലെങ്കിൽ. വെയിറ്റ് ഇവിടെ ഇല്ലേ? പയ്യ പോവാം. ഉണ്ടെന്നും അവനില്ലെന്ന് വിചാരിക്കണം. ആരും ഇല്ലെന്ന് വിചാരിക്കണേ. പേടിയൊന്നുമില്ല. ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക്. ഞാൻ ഇച്ചിരി ക്ഷീണമെന്ന് നമ്മളെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്കൊരു അയ്യോ അവൻ ചാടി ഞാൻ പോവും. കൊന്നു രക്ഷപ്പെട്ട്. അവന് ഇത്തിരി ഹെൽത്തെങ്ങാണ്ട് ഉണ്ടായിരുന്നു. അവൻ പഞ്ഞിക്കിടുവാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓയൊന്നുമില്ലെങ്കിലും ഓടി തള്ളിക്ക് വയസ്സ് ഏതെങ്കിലും വില്ലേജറിൻ്റെ വീട്ടിൽ പോയി വിളിച്ചിരിക്കും. അത്രേ വഴിയുള്ളൂ. അതേ ഇനി വഴിയുള്ളൂ. ഓടിക്കോ, വില്ലേജറിൻ്റെ വീട്ടിൽ കയറി വിളിക്കുന്നു. ഇവൻ എതിറാക്കി വെച്ചാൽ വീഡിയോസില്ല. ഇങ്ങനെ ഒരു ഭയം കേസ്. അയ്യോ ചത്ത് സ്കെൽറ്റൻ്റെ അടി കൊണ്ടെങ്ങാണ്ട് ചത്ത്.
അയ്യോ രാത്രിയായാ ലാഗുണ്ട് അതിൻ്റെ ഇടക്ക്. ഓക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് സേഫ്റ്റിക്ക് മാത്രം വില്ലേജ് റീസ്പോൺ സെറ്റാക്കേണ്ട ജസ്റ്റ് ഒരു ഭയത്തിന് മാത്രം. ഇവിടെ ഇരിക്കാൻ വല്ലതും ചെയ്യാം ഗേസ്. ഓ ഗേസ് അവൻ ചത്തണ്ടിരിക്കുകയാണ്. അവന് എന്താന്ന് അവൻ്റെ കുഴപ്പം എന്താന്ന് പറഞ്ഞാൽ അവന് ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ അവൻ പഠിച്ചിട്ടില്ലെന്ന് തോന്നണം ഗേസ്. എനിക്ക് അറിഞ്ഞൂടാ കറക്റ്റായിട്ട്. നമുക്ക് രാത്രിയാക്കി കൊടുത്താൽ ചെറുക്കന് മിഡ് നൈറ്റ് ആക്കി കൊടുക്കാം. ബട്ട് അവൻ വീടിൻ്റെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് വീടിനെന്തെങ്കിലും സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് അവൻ്റെ അടുത്താട്ടുമ്പോഴത്തേനും ഫോട്ടടിച്ച് പോയി നോക്കാം. അയ്യോ സ്കെൽട്ടനൊക്കെ വിളിച്ച് വേറെ സ്കെൽട്ടനെ വിളിച്ച് കയറ്റി വീട്ടിലാട്ട് അടിക്കാനെ പറഞ്ഞൂടെ. എവിടെയാടാ സ്കെൽട്ടൻ? എവിടെ സ്കെൽട്ടൻ പോലെ? എവിടെ ഒന്ന് കാണിക്കില്ല. എവിടെയാണോ? അയ്യോ 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 പോടാ 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 പോടാ. പോവാൻ ഇവിടുന്നേ പോവാം. വിട്ട് അയ്യോ ഇങ്ങോട്ടാണ് ഈസി ലാഗ്. എനിക്ക് ലാഗുണ്ട് ഗേസ്. ചിലപ്പോൾ അവനായിരിക്കും ലാഗ്. കറക്റ്റ്. ഓ ഗേസ് 2 മിനിറ്റ് 1 മിനിറ്റ് കൂടി കേട്ടോ. അവൻ വന്നില്ലെങ്കിൽ ഞാൻ ഇൻട്രോ എടുക്കും. പൊട്ടൻ ചാത്ത് ഗേസ്. നമ്മൾ ചായൊന്നുമില്ല. നമ്മുടെ MLG പ്രോ പ്ലെയറാണ് ഗേസ്. ഇതുവരെ MLG ഇട്ടിട്ടില്ലാത്ത ഞാൻ. ഈ പൂച്ചയ്ക്ക് റീപ്പറിലെ പേടിയാണ് ഗേസ്. അതുകൊണ്ടാണ് ഞാൻ വില്ലേജ് തന്നെ തിരഞ്ഞെടുത്തത്. അയ്യോ എനിക്ക് പേടിയുണ്ട് ഗേസ്. എങ്കിലും അപ്പോൾ ഗേസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാനുള്ള ടൈമായി. ഞാൻ വെയിറ്റ് ചെയ്യും. ഞാൻ എവിടെയെങ്കിലും കയറി ഇരുന്നിട്ട് അവസാനിപ്പിക്കും. ഇതല്ലെങ്കിൽ ഈ വില്ലേജിൻ്റെ മുകളിലോട്ട് കയറിയിരിക്കാം. ഫുഡും കുറവാണെന്ന് തോന്നുന്നു. അയ്യോ ഇരുന്ന് ഞാൻ അവസാനിപ്പിക്കാനുള്ള ടൈമായി. നമുക്ക് അവസാനിപ്പിക്കാം. വെയിറ്റ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാനുള്ള ടൈമായി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അവൻ്റെ ചാനൽ ചെക്ക് ചെയ്യുക പോയി. അവൻ്റെ ചാനലിൻ്റെ പേര് ഹോം ഇതാണ് എന്തുവാ CTRXW1 എന്നാണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും പോയി ഒന്ന് ചെക്ക് ചെയ്യുക. 2 ഫ്രീ ഫയർ ആണെങ്കിൽ മെയിനായിട്ട് കളിക്കണം. അതുകൊണ്ട് കോസ്റ്റ്യൂമൊക്കെ ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാറി നിൽക്കണം ഇൻട്രോ പറയാൻ സമ്മതിക്കാത്തവരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ബൈ.